നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വെള്ളാപ്പള്ളി പറഞ്ഞത് വളരെ കറക്റ്റാണ്. അതിപ്പോഴാണ് എം.വി. ഗോവിന്ദനും ബോധ്യപ്പെട്ടത്. വെള്ളാപ്പള്ളി പറഞ്ഞു ഈഴവ വോട്ടുകളെല്ലാം ബി.ജെ.പിക്ക് പോയി എന്ന്. അപ്പോഴും പുച്ഛഭാവത്തിലിരിക്കുകയായിരുന്നു പിണറായി വിജയനും ഗോവിന്ദനും. പക്ഷേ ഒടുവിൽ സമ്മതിക്കേണ്ടി വന്നു. ഈഴവ വോട്ട് മാത്രമല്ല, ക്രിസ്ത്യൻ വോട്ടുകളും എല്ലാം ബി.ജെ.പി കൊണ്ടുപോയെന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ കരഞ്ഞു നിലവിളിക്കേണ്ടി വന്നു ഗോവിന്ദന്. ഇതാണ് പറയുന്നത്, അടി കിട്ടുമ്പോൾ ഒന്ന് ഒതുങ്ങണം, അല്ലാതെ വീണ്ടും ചെറഞ്ഞോണ്ട് ചെന്ന് കഴിഞ്ഞാൽ ജനങ്ങൾ ഇമ്മാതിരി അടി തരുമെന്ന് ഇനിയെങ്കിലും സഖാക്കളൊന്ന് ഓർത്തു വെക്കുന്നത് നല്ലതാണ്. കാരണം കേരളം നിങ്ങളുടെ കുത്തകയൊന്നുമല്ല. കേരളം ഇന്നാട്ടിലെ ഓരോ മനുഷ്യന്റെയും മണ്ണാണിത്, അല്ലാതെ CPM-കാർക്ക് തീരെഴുതി കിട്ടിയതൊന്നുമല്ല. അതുകൊണ്ട് ഇനിയെങ്കിലും മര്യാദയ്ക്കായാൽ വോട്ട് കിട്ടും. സംശയമാണെങ്കിൽ കൂടിയും ഇനി വോട്ട് കിട്ടാൻ, കാരണം കാണിച്ചു കൂട്ടി വെച്ചിരിക്കുന്നതൊക്കെ ജനങ്ങളുടെ ഉള്ളിൽ ഇപ്പോഴും കിടപ്പുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഒക്കെ അതിന്റെ അലയൊലികൾ ഉണ്ടാകുമെന്നതിൽ ഒരു സംശയവും വേണ്ട. ജനങ്ങളുടെ മനോഭാവം മനസ്സിലാക്കുന്നതിൽ CPM-ഉം ഇടതുപക്ഷവും പരാജയപ്പെട്ടു എന്നങ്ങ് സമ്മതിക്കേണ്ടി വന്നു സംസ്ഥാന സെക്രട്ടറി M.V. ഗോവിന്ദന്. ജാതി രാഷ്ട്രീയത്തിന്റെയും സ്വത്ത് രാഷ്ട്രീയത്തിന്റെയും കാര്യത്തിലുള്ള RSS ഇടപെടൽ ഒരു വിഭാഗം വോട്ടുകൾ നഷ്ടമാക്കിയെന്ന് ഗോവിന്ദൻ പറയുന്നു. പക്ഷെ ഇപ്പോഴും അത് പൂർണ്ണമായും ഞങ്ങളുടെ തെറ്റാണ് എന്ന് അങ്ങോട്ട് സമ്മതിക്കാൻ ഉള്ളിൽ കിടക്കുന്ന ആ ധാർഷ്ട്യം അനുവദിക്കുന്നില്ല. അതുകൊണ്ട് RSSന്റെ തലയിൽ അത് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഇവരിങ്ങനെ പറയുമ്പോഴത്തേക്ക് RSSനും BJPക്കും അതൊരു മേൽക്കോയ്മയായില്ലേ എന്നാണ് നമ്മുടെ ഒരു സംശയം. തിരഞ്ഞെടുപ്പിൽ തോൽക്കാനിടയായ കാരണങ്ങളെല്ലാം ഞങ്ങൾക്ക് ആദ്യമേ മനസ്സിലാക്കിയിട്ടും ജയിക്കാൻ സാധിക്കും എന്നായിരുന്നു ഞങ്ങളുടെ ധാരണ. അതിന്റെ അർത്ഥം ജനങ്ങളുടെ മനോഭാവം മനസ്സിലാക്കുന്നതിൽ ഞങ്ങൾക്ക് വേണ്ടത്ര സാധിച്ചില്ല. സൂക്ഷ്മമായ പരിശോധനയിൽ അതാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഇതിപ്പോൾ സഖാവെ സൂക്ഷ്മമായൊന്നും പരിശോധിക്കേണ്ട, വെറുതെ ഒന്ന് നിന്ന് ചെന്നാൽ തന്നെ കാര്യങ്ങൾ മനസ്സിലാകും. നിങ്ങളുടെ കയ്യിലിരിപ്പ് കൊണ്ട് തന്നെയാണ് ഈ തവണ തോറ്റതെന്ന്. അതിനിപ്പോൾ ബൈനോക്കുലർ വെച്ചുള്ള പരിശോധനയുടെ ഒന്നും ആവശ്യമില്ല. ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരുടെ മനസ്സ് മനസ്സിലാക്കി പ്രവർത്തനം കാര്യക്ഷമതയോടെ നടത്താൻ കഴിയണമെന്നാണ് ഗോവിന്ദൻ സഖാവ് പറയുന്നത്. ആരോടാണിത് പറയേണ്ടത്? മാധ്യമങ്ങളോടാണോ, അല്ലെങ്കിൽ കേരളത്തിലെ ജനങ്ങളോടാണോ നിങ്ങളിത് പറയേണ്ടത്? പാർട്ടി ഒരു എല്ലാ നേതാക്കന്മാരെയും വിളിച്ചു കൂട്ടിയിട്ട് പറയണം, ഇനിയെങ്കിലും മര്യാദയ്ക്ക് ജനങ്ങൾക്കിടയിലേക്ക് സൗമ്യതയോടെ ഇറങ്ങിച്ചെന്ന് പ്രവർത്തിച്ചാൽ വോട്ട് കിട്ടും. അല്ലെങ്കിൽ ഒരു മൂലയിൽ ഇരിക്കേണ്ടി വരുമെന്ന് സഖാക്കൾ എല്ലാവരും കൂടി വട്ടത്തിലിരുന്ന് പരസ്പരം പറഞ്ഞു മനസ്സിലാക്കുക. അതാണ് ആവശ്യം. പ്രതീക്ഷിച്ച വിജയം നേടാനായില്ല എന്നാണ് സഖാവ് പറയുന്നത്. ശരിയാണ്, സഖാവ് വല്ലാതെ അങ്ങ് പ്രതീക്ഷിച്ചായിരുന്നു. 20-20 കിട്ടുമെന്ന് ആദ്യം പറഞ്ഞു. പിന്നെ എക്സിറ്റ് പോളുകളൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് കാര്യങ്ങൾ മനസ്സിലായി, സാധ്യതയില്ല. പിന്നെ 12 പിടിച്ചു നോക്കി. പക്ഷേ 12 വലിയ കാര്യം ഉണ്ടാകില്ല എന്ന് വ്യക്തമായപ്പോൾ ഒരു 5 ഒതുക്കിയായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാം, ഒന്നേ കിട്ടിയുള്ളൂ, അത് മറ്റൊരു കാര്യം. പക്ഷെ നിലനിർത്തി, ഉണ്ടായിരുന്ന ഒരു സീറ്റ് നിലനിർത്തി. അതിപ്പോൾ ആലപ്പുഴയിലായാലെന്താ, ആലത്തൂരിലായാലെന്താ, കിട്ടിയില്ലേ ഒരെണ്ണമെങ്കിലും? ഒരെണ്ണം പോലും കിട്ടിയില്ലേ, നാണക്കേടായി പോയെന്നെ. കാരണം BJP അക്കൗണ്ട് തുറക്കുകയും ചെയ്തു. CPM-നുള്ള അക്കൗണ്ട് പൂട്ടിപ്പോയായിരുന്നെങ്കിൽ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. അതുകൊണ്ട് ഉള്ള ഒരെണ്ണം ആലത്തൂരിൽ നിലനിർത്തിയിട്ടുണ്ട്, അതിൽ അഭിമാനിക്കാം. ആ ക്രെഡിറ്റ് പിണറായിക്ക് തന്നെ കൊടുക്കണം. കാരണം മൂപ്പരുടെ കയ്യിലിരിപ്പ് കൊണ്ടാണ് ആ ഒരെണ്ണമെങ്കിലും കിട്ടിയത്. ഇതിപ്പോൾ തോറ്റത് ഞങ്ങളുടെ മാത്രം കുറ്റമല്ല, കേരളത്തിലെ ജനങ്ങളുടെ കയ്യിലും ഉണ്ട് കുറ്റമെന്ന് സഖാവ് പറഞ്ഞിട്ടുണ്ട്. അതായത് ദേശീയ രാഷ്ട്രീയം എല്ലാ കാലത്തും ചർച്ച ചെയ്യുന്നവരാണ് കേരളീയ ജനത. അതുകൊണ്ട് സ്വാഭാവികമായും ദേശീയ തലത്തിൽ ഒരു സർക്കാരിന് നേതൃത്വം കൊടുക്കേണ്ടത് കോൺഗ്രസ് ആണെന്നുള്ളത് കൊണ്ട് ഞങ്ങളുടെ തെരഞ്ഞെടുപ്പ് വിജയത്തെ ഇത് പ്രതികൂലമായി ബാധിച്ചു. അതായത് കേരളത്തിലെ ജനങ്ങളൊക്കെ ചിന്തിക്കുന്നത് ദേശീയ രാഷ്ട്രീയത്തിൽ CPM-ന് വലിയ റോളൊന്നുമില്ല, അവിടെ കോൺഗ്രസ് മതി, അതുകൊണ്ട് CPM കേരളത്തിൽ മാത്രം ഒതുങ്ങിയാൽ മതി എന്ന് ജനങ്ങൾ അങ്ങ് തീരുമാനിച്ചു. അതുകൊണ്ട് ഞങ്ങൾ തോറ്റു എന്നാണ്. അപ്പോൾ പിന്നെ നമുക്കൊരു ചോദ്യം ഉള്ളത്, ഇടതില്ലെങ്കിൽ ഇന്ത്യ ഇല്ല എന്ന് സഖാവ് പറഞ്ഞതിന്റെ അതിന്റെ ഒരു കാര്യമാണ് നമുക്ക് മനസ്സിലാകാത്തത്. എന്തുകൊണ്ടായിരിക്കും പിണറായി സഖാവ് അങ്ങനെ പറഞ്ഞത്? ഇടതില്ലെങ്കിൽ കേരളം ഇല്ല എന്ന് പറഞ്ഞാൽ പോരായിരുന്നു. പക്ഷെ തെരഞ്ഞെടുപ്പിന് മുമ്പേ 20-20 പിടിക്കും എന്നുള്ള ആവേശത്തിൽ കയറി ഇടതില്ലെങ്കിൽ ഇന്ത്യ ഇല്ല എന്ന് പറഞ്ഞു. ഇപ്പൊ ആകെ കേരളത്തിൽ ഇന്ത്യ ഉള്ളത് ആലത്തൂരിൽ മാത്രമാണെന്നുള്ളത് മറ്റൊരു ട്രോള്. വല്ല കാര്യവും ഉണ്ടായിരുന്നു? ഇത് മാത്രമല്ല, വീണ്ടും ആഴത്തിൽ പഠിച്ചിട്ടാണ് ഗോവിന്ദൻ സഖാവ് ചില നിരീക്ഷണങ്ങൾ നടത്തിയിരിക്കുന്നത്. അതായത് ജമാഅത്തെ ഇസ്ലാമി, പോപ്പുലർ ഫ്രണ്ട്, SDPI ഉൾപ്പെടെയുള്ളവരുമായി ലീഗ് കോൺഗ്രസ് ഐക്യം വർഗീയ ധ്രുവീകരണം ഉണ്ടാകുന്ന തരത്തിൽ കൂട്ടുകെട്ടുണ്ടാക്കി ഇടതുപക്ഷത്തിനെതിരെ പ്രവർത്തിച്ചു. അതായത് വർഗീയ ഗ്രൂപ്പുകളുടെ എല്ലാം വോട്ട് കോൺഗ്രസ് നേടിയെടുത്തു എന്നാണ്. അല്ല, സാധാരണ ഈ പലയിടത്തും നിങ്ങൾ CPM സഖ്യം ഉണ്ടാക്കിയിരിക്കുന്നത് SDPI-യുമായിട്ടാണ്. അപ്പോൾ ഇത്തവണ SDPI വോട്ടും കിട്ടിയില്ലേ എന്നൊരു ചോദ്യം നമുക്ക് ചോദിക്കേണ്ടി വരും.
പിന്നെ ഇവിടെയാണ് എടുത്തു പറയേണ്ട ഒരു വിഷയമുള്ളത്. അതായത് വെള്ളാപ്പള്ളി ആദ്യമേ രംഗത്ത് വന്ന് പറഞ്ഞതാണ് ഈഴവ വോട്ടുകൾ ഒന്നും ഇത്തവണ CPM കിട്ടിയിട്ടില്ല എന്ന്. അപ്പോൾ ഇവർ വലിയ ചാട്ടമായിരുന്നു, വെള്ളാപ്പള്ളി അനാവശ്യ വിവാദങ്ങൾ ഉണ്ടാക്കുന്നുവെന്ന്. പക്ഷേ അവസാനം സമ്മതിക്കേണ്ടി വന്നു ഈഴവ വോട്ടും പോയി എന്ന്. തുഷാർ വെള്ളാപ്പള്ളിയുടെ നേതൃത്വത്തിലുള്ള BDJS രൂപീകരണത്തോടുകൂടി BJP അജണ്ടയുടെ ഭാഗമായി SNDPയിലേക്ക് കടന്നു കയറി. SNDPയിൽ വർഗീയ വൽക്കരണത്തിലേക്ക് നീങ്ങുന്ന ഒരു വിഭാഗം BJPക്കായി സജീവമായി ഇടപെട്ടിട്ടുണ്ട്. ജാതി രാഷ്ട്രീയത്തിന്റെയും സ്വത്വരാഷ്ട്രീയത്തിന്റെയും കാര്യത്തിൽ RSS ഇടപെടൽ മൂലം ഇടതുമുന്നണിക്ക് കിട്ടേണ്ട ഒരു വിഭാഗം വോട്ടുകൾ നഷ്ടമായിട്ടുണ്ട് എന്നാണ് കണ്ടെത്തിയിരിക്കുന്നതെന്നാണ്. അതായത് ഈഴവ വോട്ടും ഇത്തവണ പോയി, ക്രിസ്ത്യൻ വോട്ടും ഇത്തവണ പോയി. അതാണ് ഞങ്ങൾ തോൽക്കാൻ കാരണമെന്ന് സഖാവ് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും വളരെ ആഴത്തിലുള്ള പഠനമാണ് സഖാവ് നടത്തിയിരിക്കുന്നത്.